നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു പുസ്തകമാണ്. റീന മൈക്കിൾ എന്ന എഴുത്തുകാരിയുടെ മഴപ്പെയ്ത്ത് എന്നുള്ളൊരു പുസ്തകം. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ദിവ്യാവേഴ്സ് പബ്ലിക്കേഷനാണ്. 60 പേജുകളുള്ള ഈ പുസ്തകത്തിൻ്റെ വില 160 രൂപയാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ പുസ്തകം അവൈലബിൾ ആണ്. 145 രൂപയ്ക്ക് നമുക്കിത് വാങ്ങാൻ കഴിയും. റീന മൈക്കിൾ എന്ന എഴുത്തുകാരിയും ഞാനും ഒരേ നാട്ടിലാണ് ജനിച്ചു വളർന്നത്. പല കാലഘട്ടങ്ങളിലായിരുന്നു. എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ളൊരു എഴുത്തുകാരിയാണ് റീന മൈക്കിൾ. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് ഈ പുസ്തകം ഞാൻ വായിക്കുകയും ഈ ഒരു വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ മനസ്സിലൂടെയുള്ള ഒരു യാത്രയാണ് മഴപ്പെയ്ത്ത് എന്നൊരു പുസ്തകം. റീനയുടെ ആദ്യ പുസ്തകമാണിത്. അപ്പോൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്ത്രീ അനുഭവിച്ച വേദനകളും അവളുടെ സ്വപ്നങ്ങളുമൊക്കെയാണ്. ഒരു പെൺകുട്ടി ജനിച്ചു കഴിയുമ്പോൾ അവരുടെ ബാല്യവും കൗമാരവും യൗവനവും അങ്ങനെ അവരുടെ യാത്രകളിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളുണ്ട്. അതിനെയെല്ലാം ഭംഗിയായി കോർത്തിണക്കി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 15ഓളം രചനകളാണുള്ളത്. കഥകളും ഓർമ്മക്കുറിപ്പുകളുമൊക്കെ ആയിട്ടാണ് ഈ പുസ്തകം അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ രചനകളിലെല്ലാം വാക്കുകൾ വളരെ ഭംഗിയോടും ചിട്ടയോടും കൂടി എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എഴുത്തുകാരി. നമുക്ക് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സിലൂടെയുള്ളൊരു യാത്രയായിട്ടാണ് തോന്നുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേര് മഴപ്പെയ്ത്ത് എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ അകത്തുള്ള ഒരു കഥയുടെ പേരാണ്. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോഴും നമുക്ക് തോന്നുന്നത് ഒരു മഴ പെയ്ത് തോന്നുന്നതുപോലെയുള്ളൊരു അവസ്ഥയാണ്. അതിൻ്റെ ചെറിയൊരു തണുപ്പും കുളിർമയും ഒക്കെ മനസ്സിൽ അവശേഷിപ്പിച്ചാണ് ഈ പുസ്തകം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. ചിലപ്പോൾ അതൊരു പുരുഷൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാകണമെന്നുണ്ടാവില്ല. അത് അവരുടെ മനസ്സിലൂടെ മാത്രം യാത്ര ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു അനുഭൂതികളാണ്. നമുക്ക് ഈ പുസ്തകം സമ്മാനിക്കുന്നതും അതുപോലുള്ളൊരു യാത്രയാണ്. വളരെ മികച്ച രീതിയിൽ ഓരോ കഥകളും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല വാക്കുകളും അതിൻ്റെ വിവരണങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന രചനകൾ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ പലതരത്തിലുള്ള അർത്ഥങ്ങളിലോട്ട് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ കഴിയും. നമ്മളൊരു കാൽപ്പനിക ലോകത്തേക്കൊക്കെ കൊണ്ടുപോവുക എന്നുള്ളൊരു രീതിയിലാണ് റീന ഈ പുസ്തകത്തിൻ്റെ അകത്ത് കഥകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. വാക്കുകളെ അതുപോലെ ഭംഗിയായിട്ടാണ് ചേർത്ത് വെച്ച് അടുക്കി ഈ ഒരു പുസ്തകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എഴുത്തുകാരിയുടെ ആദ്യ പുസ്തകം എന്ന രീതിയിൽ നമുക്ക് ഈ പുസ്തകത്തെ വളരെ മികച്ചൊരു സൃഷ്ടിയായിട്ട് തന്നെ കാണാൻ കഴിയും. ഈ പുസ്തകത്തിലെ ഓരോ രചനകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പാഠ പോലെ അവരനുഭവിച്ചിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളും സ്വപ്നങ്ങളും വേദനകളും ഒക്കെ വളരെ ഭംഗിയായി അടുക്കും ചിട്ടയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ പുസ്തകത്തിൽ ഞങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടമാണത്. അപ്പോൾ എനിക്ക് വളരെ കൗതുകത്തോടു കൂടി വായിക്കാൻ കഴിഞ്ഞു. അതായത് കരണ്ടും വെട്ടവും എത്തുന്നതിന് മുമ്പ് മഴ പെയ്യുമ്പോൾ പാടം നിറഞ്ഞ് വെള്ളം ഒഴുകുന്നതിനെ കുറിച്ച്, അതിലൂടെ യാത്ര ചെയ്യാൻ ഒരു വണ്ടി ഇല്ലാത്തതിനെക്കുറിച്ച്, അവിടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് കടയോ ഒന്നുമില്ലാത്തൊരവസ്ഥയെക്കുറിച്ചൊക്കെ, അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൻ്റെ ചിത്രം ഈ പുസ്തകത്തിൽ വരച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ആ ഒരു കാഴ്ചകളിലോട്ട് എത്തി നോക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പരിചയമുള്ള ചില മുഖങ്ങളെയും ആളുകളെയും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയും. ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വേദനകളെയും തിക്താനുഭവങ്ങളെയും അതുപോലെ പ്രണയ നൈരാശ്യങ്ങളെയും ഒക്കെ എങ്ങനെ കോർത്തിണക്കി നല്ലൊരു മനോഹരമായ രചനയാക്കി മാറ്റാം എന്നുള്ളതാണ് റീന മൈക്കിളിൻ്റെ ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പുസ്തകം കൂടുതൽ ആളുകളിലോട്ട് എത്തുകയും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ പുസ്തകത്തെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാവരും വാങ്ങി വായിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരു പുതിയ എഴുത്തുകാരിയെ കഴിയുന്നതുപോലെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത അധ്യായത്തിൽ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.